മഞ്ഞുകാലത്തിലെ സന്ധ്യകളിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ കൈകൾ ചൂടാക്കുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അഗ്നി കൂടുതൽ ജ്വലിക്കുവാനായി ഈ വിറക് കൊള്ളികളെ പരസ്പരം മാറ്റുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. ഈ വിറക് കൊള്ളികൾ ആദ്യം കത്തുന്നു, എന്നിട്ട് നമുക്ക് ചൂട് പകരുന്നു, പിന്നീട് ചാരമായി മാറുന്നു. നിങ്ങൾക്കറിയുമോ ഈ അഗ്നി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന്? ഉത്തരം ലളിതമാണ്, ഈ വിറക് കൊള്ളികളിൽ നിന്ന്. എങ്കിൽ പറയൂ, ഈ ചാരം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരം അതുതന്നെയാണ്, ഇതേ വിറക് കൊള്ളികളിൽ നിന്ന്. അപ്പോൾ അഗ്നിയും പിന്നെ ചാരവും രണ്ടും വിറക് കൊള്ളിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ആലോചിക്കൂ, അഗ്നി ഈ വിറക് കൊള്ളികളെ ജ്വലിപ്പിക്കുന്നു, പിന്നെ ചാരം, ഇതിൽ നിന്നുള്ള ചാരം ഈ അഗ്നിയെ കെടുത്തുകയും ചെയ്യുന്നു. എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങളിലെ ഊർജം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. പക്ഷെ വിനാശരൂപമാകുന്ന ചാരം അത് ഉടലെടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ ഉണർത്തി ലോകത്തെ പ്രകാശമാനമാക്കുമോ? അതോ നിങ്ങളുടെ ഉള്ളിലുള്ള വിനാശരൂപത്തെ ഉണർത്തി ഈ ലോകത്തെ അന്ധകാരത്തിലാക്കാനാണോ ആഗ്രഹിക്കുന്നത്? തീരുമാനം നിങ്ങളുടേതാണ്. രാധേ രാധേ.